എൻ്റെ PhD-യുടെ ഒരു വിഷയമാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എൻ്റെ PhD വരുന്നത് കേരളത്തിലെ സുന്നി മുസ്ലിങ്ങളുടെ ദൃശ്യമാധ്യമ സംസ്കാരം എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വരുന്നത് എന്നതിനെക്കുറിച്ചാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഞാൻ ഇതിനു വേണ്ടി പ്രൊപ്പോസൽ തയ്യാറാക്കുമ്പോൾ, PhD-ക്ക് വേണ്ടി പ്രൊപ്പോസൽ തയ്യാറാക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇത് എത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് ഈ പഠനം നടത്താൻ കഴിയും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം അവതരിപ്പിക്കുന്നത് മാപ്പിള മുസ്ലിങ്ങളുടെ, നമ്മളൊരു ട്രെൻഡുള്ളൊരു സമയം, എല്ലാ വിഷയവും മാപ്പിള മുസ്ലിം എന്നുള്ളൊരു ട്രെൻഡ്. അപ്പോൾ എൻ്റെ പ്രൊഫസർമാർ ഇതിന് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആക്കണമെന്ന് പറയുകയും അങ്ങനെ അവർ തന്നെ നിർദ്ദേശിച്ച ഒരു ഏരിയ ആയിരുന്നു കേരളത്തിലെ സുന്നി വിഭാഗം എന്നുള്ളത്. അത് മറ്റു ചില വിഭാഗങ്ങളുടെ ഇടയിൽ കണ്ടുവരുന്ന ദൃശ്യമാധ്യമ സംസ്കാരം പോലെയല്ല, വിഷ്വൽ മീഡിയ കൾച്ചർ പോലെയല്ല സുന്നികളുടേത്. രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സുന്നികൾ മോഡേണിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുവിധം എല്ലാ വിഷയങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി മാത്രമാണ് ഓരോ ചുവടുകളും വെക്കാറുള്ളത്. അതിന് മതപരമായ കാര്യങ്ങൾ അവർക്കുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഒരു എക്സ്റ്റേണലായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് പുറത്തു നിന്ന് വരുന്നൊരു തരം പ്രഷറിനെ അഡ്രസ്സ് ചെയ്യുകയാണ് പലപ്പോഴും സുന്നി സമൂഹം ചെയ്തിട്ടുള്ളത്. ഞാനത് വിഷയം വരുന്ന സമയത്ത് പറയാം. ഇസ്ലാം എന്ന് പറയുന്നത് മറ്റു ചില മതങ്ങൾ പോലെ, അതായത് ഇസ്ലാമുമായി എപ്പോഴും തുലനം ചെയ്യുന്ന ക്രിസ്ത്യാനിറ്റി, ജൂതായിസം ഒക്കെ പോലെ ഒരു ഐക്കോണിക് റിലീജിയൻ ആണോ അല്ലയോ എന്നൊരു ചർച്ച അക്കാഡമീഷ്യൻസിൻ്റെ ഇടയിലുണ്ട്. അതായത് ഇസ്ലാം ഒരു ഓഡിയോ റിലീജിയനും ക്രിസ്ത്യാനിറ്റി ഒരു വിഷ്വൽ റിലീജിയനുമാണ് എന്നതാണ് സാധാരണഗതിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു കാര്യം. ഞാൻ ആ വിഷയത്തെയാണ് ആദ്യം അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത്. ഇസ്ലാം ഒരു വിഷ്വൽ റിലീജിയനാണോ അതൊരു ഓഡിയോ റിലീജിയനാണോ? ഈ ഓഡിയോ വീഡിയോ എന്ന് പറയുന്ന രണ്ട് മാധ്യമ അല്ലെങ്കിൽ രണ്ട് മീഡിയേഷൻ രീതികൾക്കിടയിൽ ഇസ്ലാമിനെ എവിടെ പ്ലേസ് ചെയ്യും എന്നുള്ളതായിരുന്നു. ഇസ്ലാം എന്തുകൊണ്ടാണ് പലപ്പോഴും ക്രിസ്ത്യാനിറ്റിയെ പരിചയപ്പെടുത്തുന്നത് പോലൊരു വിഷ്വൽ റിലീജിയനായി അക്കാഡമീഷ്യൻസ് പരിചയപ്പെടുത്താത്തത് എന്ന ഒരു ചോദ്യത്തിൻ്റെ പുറകിൽ നമ്മൾ പോകുമ്പോൾ കാണുന്നത്, ഇസ്ലാം ഒരു അനിക്കോണിക് റിലീജിയനാണ്, ഇസ്ലാം ഒരു ഐക്കണോക്ലാസ്റ്റിക് റിലീജിയനാണ് എന്ന് പറയുന്നതാണ്. അതായത് ബിംബങ്ങൾ നിരാകരിക്കുന്ന, അത്തരം ബിംബാരാധനകളെ പരിപൂർണമായി തള്ളിക്കളയുന്ന, ബിംബങ്ങളെ തകർക്കുന്ന എന്നൊക്കെയുള്ള രൂപത്തിലാണ് ഇതിൻ്റെ ചർച്ചകളും നരേറ്റീവുകളും വരാറുള്ളത്. മാത്രമല്ല, ഇസ്ലാമിൻ്റെ ഡിവോഷണൽ മീഡിയേഷൻ, അതായത് ഇസ്ലാമിൻ്റെ ആരാധനാ കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റു റിലീജിയസ് മീഡിയേഷൻ, മതപരമായ മീഡിയേഷൻ എല്ലാം കൂടുതലും നടക്കുന്നത് മീഡിയം വഴിയാണ് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, എങ്ങനെയാണ് നമ്മുടെ സോണിക് മീഡിയേഷൻ വർക്ക് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം അന്വേഷിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ PhD-യുടെ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നതും അങ്ങനെയാണ്. കാരണം സുന്നികളുടെ ഒരു മാധ്യമ സംസ്കാരം നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ സോണിക് മീഡിയേഷനിൽ നിന്നുള്ള പരിവർത്തനം അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രൂപത്തിൽ തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ സോണിക് മീഡിയേഷൻ, അതായത് വഅ്ള് പറയുക, നമ്മുടെ ഇടയിലുണ്ടായിരുന്ന മറ്റു കാസറ്റ് കൾച്ചർ, നമ്മൾ പാട്ട് കേൾക്കുക, മദ്ഹ് ഗാനങ്ങളാവട്ടെ, മക്കാം സോങ് എന്നൊക്കെ നമ്മൾ പറയുന്ന പാട്ടുകൾ, ഇതിൻ്റെയൊക്കെ വേറൊരു തരത്തിലുള്ള പ്രസൻറ്റേഷനാണ് പിന്നെ വിഷ്വൽ മീഡിയംസ് ഉപയോഗിച്ചിട്ടുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു എലവേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സോണിക് മീഡിയേഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ചർച്ച ഈ പ്രൊജക്റ്റിൻ്റെ തുടക്കത്തിൽ ഞാൻ നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ താരതമ്യം എന്നോളം നമ്മുടെ രഞ്ജിനി മജുംദാർ ആണ് എന്നോട് ഈ വിഷയം പറഞ്ഞത്. നമ്മൾ ഹിന്ദുയിസത്തിൽ എങ്ങനെയാണ്, അവരുടെ സ്വരങ്ങൾ എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്, പിന്നെ സിഖ് മതത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് സൈലൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ബുദ്ധമതത്തിൽ അവരുടെ റിലീജിയസ് മീഡിയേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്ന് പറയുകയും, അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ സൗണ്ട് ഈസ് എ പവർഫുൾ ഐക്കൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡേവിഡ് മോർഗൻ ഇസ്ലാമിലെ ചില വിഷയങ്ങളെ പറ്റി നിരീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഡൊറോത്തിയ ഷുൾസ് എന്നൊക്കെ പറയുന്ന ജർമ്മൻ പണ്ഡിത,
അവർ പറയുന്നുണ്ട് ഒരു സേക്രഡ് സൗണ്ട് എന്നുള്ള രൂപത്തിലാണ് ഇസ്ലാമിൽ സൗണ്ടിനെ കാണുന്നത്, പ്രത്യേകിച്ചും ഡിവോഷണൽ മീഡിയേഷനിൽ. അതായത് ഖുർആൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്ന് പറയുന്നത് നമ്മളെന്താ പറയുക, അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സിഫത്താണ്. അത് ഖുർആൻ നമ്മൾ കാണുമ്പോൾ കാണുന്നതല്ല കലാം, അല്ലേ? ഇറ്റ്സ് എ റെൻഡേഡ് മീഡിയം, ഇറ്റ്സ് എ റെൻഡേഡ് സൗണ്ട്. ആ സൗണ്ട് റെൻഡർ ചെയ്യപ്പെട്ടതാണ്. അതിനെ നമുക്ക് വായിക്കാൻ പാകത്തിന് ഒരു ഐക്കോണിഫൈ ചെയ്തിട്ടുള്ള ഒരു രൂപമാണ് എഴുത്ത് എന്ന് പറയുന്നത്. ഈ എഴുത്താണോ കലാം? അല്ല. ഞാൻ ചർച്ചകളൊക്കെ നമുക്ക് വേറെയാണ്. ഈ എഴുത്തല്ല, മുസ്ഹഫ് എന്ന് പറയുന്നതല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സൗണ്ട് ഈസ് എ സേക്രഡ് സൗണ്ട് എന്ന് പറയുന്നത്. എന്നിട്ട് തർത്തീൽ എങ്ങനെയാണ്, തജ്വീദ് എങ്ങനെയാണ്, എന്താണ് അതിനുള്ള പ്രാധാന്യം എന്നുള്ള രൂപത്തിലൊക്കെ ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഡേവിഡ് മോർഗൻ്റെ അടുത്തെത്തുമ്പോൾ അവർ പറയുകയാണ്, ഇസ്ലാമിൽ ഇതൊരു പവർഫുൾ സൗണ്ട് ഈസ് എ പവർഫുൾ ഐക്കൺ. നമ്മൾ പ്രത്യേകിച്ച് മലബാറിലെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എന്താ പറയുക, നമുക്ക് പരിചിതമായ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രയോഗം കൂടിയാണ്. എങ്ങനെയാണത്? റാത്തീബുകൾ നമ്മൾ പിന്നെ ചില സൗണ്ടുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ ഹ എന്നുള്ള സൗണ്ട് വരുന്നത്, ഹു എന്നുള്ള സൗണ്ട് വരുന്നത്. ഞാൻ ഇതിനു വേണ്ടി പഠിച്ചത് ജലാലിയ റാത്തീബിനെയാണ്. ജലാലിയ റാത്തീബിനെ മുൻനിർത്തിയാണ് എങ്ങനെയാണ് ഈ സൗണ്ട് ഈസ് എ പവർഫുൾ ഐക്കൺ എന്ന് ഡേവിഡ് മോർഗൻ പറയുന്നതിനെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കി. അപ്പോൾ അതിൽ നമുക്കറിയാം, ഇപ്പോൾ ഈ ഖാദിരിയ തരീഖത്തിലാണെങ്കിലും ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ദിക്റിൽ അതിൻ്റെ ഒരു ഹൈബത്ത്, അത് മനസ്സിൽ അനുഭവേദ്യമാകുന്ന രൂപത്തിൽ ചൊല്ലുന്നതാണ് അതിൻ്റെ രീതി എന്ന് പറയാറുണ്ട്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നിടത്ത് ഒരു എംബോഡിമെൻ്റ് ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ മറ്റു സെൻസറികളെ സ്വാധീനിക്കുന്നുണ്ട്, ശരീരം ഇളകുന്നുണ്ട്. ഇനി ഇതെന്നെ നോക്കിക്കഴിഞ്ഞാൽ ഷാദുലി റാത്തീബിലെ നമ്മൾ ഇതിനനുസരിച്ച് ശരീരം ഇളകുന്നത് അതൊക്കെ ഒരു പ്രാക്ടീസായി വരികയാണ്. സൗണ്ടിനൊപ്പിച്ച് നമ്മുടെ ശരീരം പ്രാക്ടീസ് ചെയ്യുന്നു, അത് ഒരു ഡിവോഷണൽ മീഡിയമായി മാറുന്നു. അത് ഒരാൾ മാത്രമല്ല, അത് അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും പരസ്പരം ചേർന്ന് നിന്ന് ഈ സൗണ്ടിൻ്റെ പവർ പരസ്പരം ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയാം. പിന്നെ വഅലുകൾ എങ്ങനെയാണ്, എന്താണ് വഅല്? ഇതിൽ ഏറ്റവും കൂടുതൽ പിന്നെ മനസ്സിലാക്കിയൊരു കാര്യം, സുന്നി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വഅല് എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു നോളജ് ട്രാൻസ്മിഷൻ്റെ ഒരു മീഡിയമായിരുന്നു. അതായത് വ്യവസ്ഥാപിതമായ മദ്രസ സംവിധാനങ്ങളില്ലാത്ത, ഇതുപോലെയുള്ള വ്യവസ്ഥാപിതമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളില്ലാത്തൊരു സമയത്ത് ആളുകൾ വന്നിരിക്കുന്നു, അവർ വഅല് കേൾക്കുന്നു, അവിടെ നിന്ന് വളരെ പ്രാഥമികമായ ഇസ്ലാമിക ജ്ഞാനങ്ങൾ കൈക്കൊള്ളുന്നു. അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ നോളജ് അതന്നെ ഡേവിഡ് മോർഗനും പറയുന്നുണ്ട്. ഡിവോഷണൽ മീഡിയേഷൻ മാത്രമല്ല, അവരുടെ നോളജ് ട്രഡീഷനുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഓഡിയോ എന്ന് പറയുന്ന സംവിധാനം, സോണിക് മീഡിയേഷൻ എന്ന് പറയുന്ന സംവിധാനം. ഈ രീതിയിൽ നിന്ന് പതുക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ഇതിൽ വരികയാണ്, മീഡിയേഷനിൽ, റിലീജിയസ് മീഡിയേഷനിൽ വരികയാണ്. എന്നിട്ട് ഈ ഡേവിഡ് മോർഗൻ ആയാലും ഷൂൾസ് ആയാലും ഒക്കെ അവർ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നുണ്ട്, ഇസ്ലാം ശരിക്ക് ഒരു ഐക്കോണിക് റിലീജനാണോ അതൊരു അനിക്കോണിക് റിലീജനാണോ? അപ്പോൾ സോണിക് മീഡിയേഷൻ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഈ കാസറ്റ് കൾച്ചർ, ഈജിപ്തിലെ കാസറ്റ് കൾച്ചർ, ഹെഷ്കിൻഡിൻ്റെയൊക്കെ വളരെ ഗഹനമായ പഠനങ്ങൾ വേറെയുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാം ഒരു ഐക്കോണിക് റിലീജനാണോ അനിക്കോണിക് റിലീജനാണോ എന്നുള്ളൊരു ചോദ്യം വരികയും എന്നിട്ട് പറയണത് മിത്ത് ഓഫ് അനിക്കോണിസം എന്ന് പറയുന്ന ഡേവിഡ് ഫ്രീഡ്ബർഗിൻ്റെയൊക്കെ ഈ വ്യവഹാരങ്ങളെ തുടർന്ന് ഡേവിഡ് മോർഗൻ പറയുന്നത് ഇസ്ലാമിൽ വളരെ പ്രകടമായി നമുക്ക് ഐക്കോൺ കാണാൻ സാധിക്കുന്നതാണ്. ആൾ സമർത്ഥിക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് നമ്മുടെ ആരാധനകൾ. ഒരു കാരണവശാലും ഒരു ബിംബത്തിനോട് നേർക്കാവാൻ പറ്റില്ല. നമുക്ക് പലപ്പോഴും ഫോട്ടോ എന്ന് ഈ ചിത്രം വരക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകളെല്ലാം കർശനമായി ചിത്രം വരക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അത് പല രൂപത്തിലാണ് നമ്മൾ പല വിഷയങ്ങളും നിരുത്സാഹപ്പെടുത്താറുള്ളത് ഇസ്ലാമിൽ. അതിൽ ഗൗരവമുള്ള വിഷയങ്ങളാണെങ്കിൽ ശിക്ഷയെക്കുറിച്ച് വല്ലാതെ ഓർമ്മിപ്പിക്കും. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. അപ്പോൾ ചിത്രം വരക്കുന്ന ആൾക്ക് നരകമുണ്ട്, ചിത്രം വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റില്ല, മലക്കുകൾ ഇറങ്ങില്ല, ഇങ്ങനെ കുറേ ഹദീസുകൾ കാണാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ വിഷയം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അടുത്ത് നമ്മൾ നോക്കുക, നമ്മൾ ഹജ്ജ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട
പഞ്ചസ്തംഭങ്ങളിലൊന്നായ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് തവാഫാണ്. തവാഫ് എങ്ങനെയാണ് നടക്കുന്നത്? ഒരു സ്ട്രക്ചറിന് ചുറ്റുമാണ്. അപ്പോൾ ഐക്കൺ വളരെ ലിമിറ്റഡായ, വളരെ സൂക്ഷ്മമായ, വളരെ സൂക്ഷ്മതയോടുകൂടിയുള്ള ചട്ടക്കൂടിലാണെങ്കിൽ പോലും ഐക്കൺ ഇസ്ലാമിലുണ്ട്, ഐക്കോണിസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി വേറൊരു വിഷയം പറയുന്നത്, ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മുസ്ഹഫ് എഴുത്ത്, ഖുറാനിൽ എഴുത്ത് എന്നൊക്കെ പറയുന്നത്, ഇതേ എഴുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ റെൻഡേഡ് സൗണ്ട് എന്ന് പറയുന്ന കലാമിനെ ഇസ്ലാമിൽ ഒരു വിശ്വാസി അനുഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ അക്ഷരങ്ങളിലൂടെയാണ്, എഴുത്തിലൂടെയാണ്. അവിടെ ഫോം ചെയ്യുന്നത് ആൽഫബറ്റ് എന്ന് പറയുന്ന ഒരു ഐക്കണാണ് എന്ന് ആൾ പറയുകയാണ്. പിന്നെ നമ്മൾ ഖുറാനിലെ സൂക്തങ്ങൾ കാലിഗ്രഫി ചെയ്തും മറ്റുമൊക്കെ നമ്മളെ വീടുകളിൽ സൂക്ഷിക്കുന്നു, അതിൽ ബറക്കത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതെല്ലാം ഒരുതരം ഐക്കോണിസിറ്റിയാണ്. അപ്പോൾ ഇസ്ലാം അനിക്കോണിക്കായ റിലീജിയൻ അല്ല എന്നാണ് ചുരുക്കത്തിൽ പല പണ്ഡിതന്മാരും പറയുന്നത്. ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ കേരളത്തിൽ ഈ വഅലുകളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോളജ് ട്രാൻസ്മിഷൻ ഉണ്ടാകുന്നുണ്ട് വഅലുകളിൽ. ഇതുപോലെ എങ്ങനെയാണ് ഐക്കണുകൾ ഉപയോഗിച്ച്, ചിത്രങ്ങൾ ഉപയോഗിച്ച്, മ്യൂറലുകൾ ഉപയോഗിച്ച് വിദ്യാഭ്യാസം ഉണ്ടായത്, വിജ്ഞാന സംവേദനം ചെയ്യപ്പെട്ടത് എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി അരീക്കോട് താഴത്തങ്ങാടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു പള്ളിയിൽ നമുക്ക് വളരെ പഴക്കം ചെന്ന മ്യൂറലുകൾ കാണാം. ആ മ്യൂറലുകൾ അതിശയിപ്പിക്കുന്ന മ്യൂറലുകളാണ്. അതിൽ ഹറമിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഉണ്ട്, മസ്ജിദുൻ നബവിയുടെ ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. ഇനി നമ്മുടെ എന്താണ് ശരീഅത്ത്, എന്താണ് തരീഖത്ത്, എന്താണ് ഹഖീഖത്ത്, ഒരു മുസ്ലിമിൻ്റെ ജീവിതം എങ്ങനെയാണ്, ലൈഫ് ഓഫ് എ ബിലീവർ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതൊരു കപ്പലിനോട് ഉപമിച്ചുകൊണ്ട് ഇസ്ലാം കാര്യം എത്രയാണ്, അതിന് 5 തട്ടുണ്ടാകും, ഓരോ കാര്യങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന 6 പായക്കാലുകളുണ്ടാവും കപ്പലിൻ്റെ. പഴയ പായക്കപ്പലായി ഉപമിച്ച് നമ്മൾ പറയാറില്ലേ, അത് കീഴൊക്കെ പറയുന്ന പോലെ കപ്പലിലെ യാത്രയോട് ഉപമിച്ചിട്ടാണ് ഹഖീഖത്തിനെ തേടിയുള്ള യാത്ര അല്ലേ. അപ്പോൾ ആ ഒരു സംഗതിയെ കുറേ കൂടി ഇലാബറേറ്റ് ചെയ്യാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ആ ചിത്രം നോക്കി പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഒരാൾക്ക് ഇസ്ലാം കാര്യം എന്താണ്, ഈമാൻ കാര്യം എന്താണ്, ഇസ്ലാം കാര്യത്തിൽ ഈമാൻ കാര്യത്തിൽ മാത്രം നിൽക്കുന്നില്ല, അത് കഴിഞ്ഞ് അപ്പോൾ ഇപ്പോൾ പായക്കപ്പലിൻ്റെ പായ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ മരക്കാലുകൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഹോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ ഡെക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ ഇസ്ലാമിലെ ഓരോ സാധനങ്ങളെയും ഇസ്ലാം കാര്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഈമാൻ കാര്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ ഓരോ വിഷയങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ കഴിഞ്ഞ് നുണ പറയാൻ പാടില്ല. അങ്ങനെയുള്ള നമ്മുടെ വളരെ ഒരു മുസ്ലിമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ ബേസിക്കായ കുറേ കാര്യങ്ങൾ കൂടി അതിൽ പറയുന്നുണ്ട്. ഇനി നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ അത് കൃത്യമായി അവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എനിക്ക് തോന്നിയൊരു സംഗതി, മലയാള മാസത്തിലെ ഒരു കലണ്ടർ അവിടെ നിസ്കാര സമയത്തിന് വേണ്ടി ചാർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മൾ ചിങ്ങം കഞ്ഞി തുലാം എന്ന് പറയുന്ന ആ രൂപത്തിൽ ഓരോ മാസത്തിലും ഓരോ ദിവസത്തിലും എവിടെയാണ് സൂര്യൻ ഉണ്ടാവുക, അപ്പോൾ എങ്ങനെയാണ് നിസ്കാരത്തിൻ്റെ സമയം ഗണിക്കേണ്ടത് എന്നുള്ള രൂപത്തിൽ അവിടെ അപ്പോൾ ഷമായിൽ അവിടെ ഉണ്ട് ഈ നിസ്കാര സമയത്തിന്, അതും മലയാളം കൊല്ലവർഷ കലണ്ടറാണ് അവിടെ അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ മ്യൂറലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിന് തുടർച്ചകളില്ല. നമ്മൾ എത്ര പള്ളികളിൽ ഇങ്ങനെ മ്യൂറലുകൾ കാണുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ജ്ഞാനധാര എന്ന് പറയുന്നത് പലയിടങ്ങളിലും ഉള്ളതുപോലെയല്ല. നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടിയിട്ടാണ് ചിത്രങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പള്ളിയിൽ തശ്വീഷ് ഉണ്ടാകുന്ന രീതിയിൽ ഒന്നും എഴുതാനോ വരക്കാനോ പാടില്ല എന്ന് കർശനമായി നിരീക്ഷിക്കുകയും അത് പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്ന ഒരു പണ്ഡിത സമൂഹമാണ് ഇവിടെ ഉണ്ടായിരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഫതാവ അലങ്കരിയിലൊക്കെ ഇതേ വിഷയം, അതായത് ഈ തശ്വീഷിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഫത്വകൾ കാണാൻ സാധിക്കും. അതേസമയം ഔറംഗസേബിന് മുമ്പുള്ള ആളുകളുടെ പള്ളികൾ എടുത്ത് നോക്കാം, അവരുണ്ടാക്കിയ പള്ളികളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മ്യൂറൽസും മുക്കാർനാസും അറബ്സ്ക്യൂവും അവിടുത്തെ കാവിങ്സും ഒക്കെ നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരാം. നമ്മളിനി 13-ാം നൂറ്റാണ്ടിലും 14-ാം നൂറ്റാണ്ടിലൊക്കെ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കുറ്റിച്ചിറയിലെ മുച്ചുന്തി പള്ളിയിൽ പോയി നോക്കുക, കുറ്റിച്ചിറ ജുമാ മസ്ജിദ് നോക്കുക, അതിലൊക്കെ നമ്മൾ ഇതുപോലുള്ള കാവിങ്സ് കാണാം. മനോഹരമായ കൊത്തുപണികൾ, മുക്കാർണ എന്നൊക്കെ പറയുന്ന ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ വളരെ പ്രധാനപ്പെട്ട ചിത്രപ്പണികൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും.
ഇനി ഈ ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇമേജുകളുമായി എൻഗേജ് ചെയ്തിട്ടുണ്ട്, കേരളത്തിലെ സുന്നികൾ എൻഗേജ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആർക്കിടെക്ചറിൻ്റെ ഭാഗമായി ഇത്തരം ഐക്കണുകൾ വന്നിട്ടുണ്ട്. ഈ ഇസ്ലാമിൻ്റെ ആർക്കിടെക്ചറിലും ഇസ്ലാമിൻ്റെ പെയിൻറ്റിങ്ങിലും ഇസ്ലാമിൻ്റെ ആർട്ട് വർക്കിലും ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി എന്ന് പറഞ്ഞാൽ ലിവിങ് ബീയിങ്ങിനെ, അതായത് ജീവനുള്ള വസ്തുക്കളെ വരക്കുന്നതിൽ ഇസ്ലാമിലെ നിയമങ്ങൾ കണിശമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കേരളത്തിൽ ഉള്ള പണ്ഡിതന്മാർ ആ വിഷയം നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ കുറഞ്ഞതാണെങ്കിലും നമ്മൾ കാണുന്ന ഫിഗർ എന്ന് പറയുന്നത് ഈ ഫിഗറേറ്റീവ് ഇമേജസ് ആണ്. അതായത് ജീവനില്ലാത്ത പൂക്കളുടെ, വള്ളികളുടെ, പടർപ്പുകളുടെ ആ രൂപത്തിലുള്ള സംഗതികളാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇനി ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ വളരെ റിച്ച് ആയിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ മുച്ചുന്തിപ്പള്ളിയുടെയും കുറ്റിച്ചിറപ്പള്ളിയുടെയും ഒക്കെ പോലെ ഡിസൈനുകൾ പോലും പിൽക്കാലത്ത് കാണാതെയായി. നമ്മളുടെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ പല രൂപത്തിൽ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തുർക്കി സ്റ്റൈലിലോട്ട് പോയിട്ടുണ്ട്, അറേബ്യനിൽ പോയിട്ടുണ്ട്. അതിന് നമുക്ക് ഫണ്ട് ഇരുന്ന അറബി ഏത് രാജ്യത്തെയാണോ ആ സ്റ്റൈലിലോട്ടൊക്കെ നമ്മൾ പലപ്പോഴും അഡോപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പറയുന്ന രീതികൾ ഉണ്ടാവാറില്ല. പക്ഷേ എനിക്ക് ഈ 13-ാം നൂറ്റാണ്ടിലും 14-ാം നൂറ്റാണ്ടിലൊക്കെ നമ്മൾ ഈ പള്ളികളിൽ കണ്ടിരുന്ന അതേ ശൈലിയിലുള്ള മുക്കാർണകളൊക്കെ നമുക്ക് ഇപ്പോൾ ഇന്ന് നമ്മുടെ ഫുത്തൂഹിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതേ രൂപത്തിലുള്ള ഫിഗറേറ്റീവ് ഇമേജസ് ഒക്കെ. ഇനി അങ്ങനെ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഈ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വന്നു. ഇനി ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ്. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും എങ്ങനെ സുന്നികൾക്കിടയിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PhDയുടെ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ആലിമീങ്ങൾ ഇതിനെ എങ്ങനെ കണ്ടു, ആമുന്നാസ് എങ്ങനെ കണ്ടു, അതായത് സ്കോളേഴ്സ്, റിലീജിയസ് സ്കോളേഴ്സ് എങ്ങനെയാണ് ഈ വിഷയത്തെ കണ്ടത്, സാധാരണക്കാരായ ആളുകൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കണ്ടത്, രണ്ടും ഒരുപോലെയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നമ്മൾ കേരളത്തിൽ ഉള്ള മതസംഘടനകളായിട്ടാണോ നിലനിൽക്കുന്നത്, അതല്ലെങ്കിൽ അവരുടെ പ്രവർത്തന ശൈലികൾ അതൊരു സംഘടനാ മതം പോലെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളൊരു ചർച്ച ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ചർച്ചയിൽ എനിക്ക് തോന്നിയൊരു സംഗതി, കേരളത്തിലെ സുന്നികൾ വളരെ സംഘടിതമാണ്, അവർക്കൊരു നേതൃത്വമുണ്ട്, അവർക്ക് സംഘടനാ സ്വഭാവമുണ്ട്, കേഡർ സംവിധാനമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇതിനൊക്കെ സമാന്തരമായൊരു സാമൂഹ്യ ജീവിതം കേരളത്തിൽ സുന്നികൾക്ക് എല്ലാവർക്കും ഉണ്ട്, സുന്നികൾക്കും ഉണ്ട് എന്നാണ്. കാരണം ആ സമാന്തര ജീവിതത്തിലെ പല വിഷയങ്ങളും പണ്ഡിതന്മാർക്ക് ഫിഖ്ഹുമായി ബന്ധപ്പെട്ട് കൂടുതൽ സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. അതാണ് ഞാൻ ഈ പഠനത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട ഫൈൻഡിങ്. ഷാലിയാത്തി റഹ്മത്തുള്ളാഹിയുടെ ഒരു ഫത്വയുണ്ട്. ആ ഫത്വയിൽ പറയുന്നത് നേരത്തെ വരക്കുന്നതുമായി ബന്ധപ്പെട്ട്, ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട്, അപ്പോൾ തസ്നീം, അതുപോലെ തന്നെ തസ്വീർ, ഈ രൂപത്തിലുള്ള തസ്വീർ എന്ന് പറഞ്ഞാൽ ചിത്രം രൂപപ്പെടുത്തുക, തസ്നീം എന്ന് പറഞ്ഞാൽ രൂപം, പ്രതിമ രൂപപ്പെടുത്തുക. അപ്പോൾ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാമിൽ ഫോട്ടോ എടുക്കുന്നത് ഹറാമാണ് എന്നുള്ള രൂപത്തിലാണ് ഷാലിയാത്തി റഹ്മത്തുള്ളാഹിയുടെ ഫത്വ വരുന്നത്. പക്ഷേ ഈ ഫത്വ ആണ് കേരളത്തിലെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമത്തിൻ്റെ അവലംബം. പക്ഷേ അഹമ്മദ് കോയ ഷാലിയാത്തിയുടെ ഈ ഫത്വ പിൽക്കാലത്ത് വേറെ തരത്തിൽ പരിഗണിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് സൂക്ഷ്മത ഉള്ള പണ്ഡിതന്മാർ ഇപ്പോഴും അഹമ്മദ് കോയ ഷാലിയാത്തിയുടെ ഫത്വ പിന്തുടരുന്നുണ്ട്. അവർ ഫോട്ടോ എടുക്കുന്നതിൽ അങ്ങേയറ്റം സൂക്ഷ്മത പുലർത്തുന്നുണ്ട്. അവിടെയാണ് അപ്പോൾ ഷാലിയാത്തിയുടെ ഫത്വ എന്ത് ചെയ്യുന്നില്ല, കലാഹരണപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. ഷാലിയാത്തിയുടെ ഫത്വ, അതായത് ഇനി ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി, ഇസ്ലാമിൽ ചിലരെങ്കിലും പറയാറുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു പോഡ്കാസ്റ്റിൽ ഒരാളിരുന്ന് സംസാരിക്കുന്നുണ്ട്, പണ്ട് മ്യൂസിക് ഹറാമായിരുന്നു, ഇപ്പോൾ മുസ്ലിയാക്കന്മാർക്ക് മ്യൂസിക്കൊക്കെ ഹലാലായി, പിന്നെ അവർ ബുർദ ചൊല്ലുന്നു, മൗലൂദ് ചൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിലെ ലോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ധാരണക്കുറവാണ്. ഇസ്ലാമിൽ ഇപ്പോൾ കള്ള് കുടിക്കുന്ന ഒരു വിഷയം, അത് ഹറാമാണ് എന്ന് പറഞ്ഞു. അതിലിഞ്ഞ് ഹറാമല്ലാണ്ട് നാളെ കള്ളുകൂടി ഹലാലാവുന്നൊരു സാധ്യതയില്ല. കാരണം പണ്ഡിതന്മാർക്കിടയിൽ അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല, ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അർ-റഹ്മാൻ അലൽ അർശി ഇസ്തവ എന്ന് പറയുന്ന ആയത്തിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്ന രൂപത്തിൽ സലഫുകൾക്കും ഖലഫുകൾക്കും ഇടയിൽ വ്യത്യാസങ്ങളുണ്ട്. ആദ്യകാല പണ്ഡിതന്മാരത് വേറെ വിശദീകരണമൊന്നുമില്ല, അള്ളാഹുവിനറിയാം എന്ന് പറഞ്ഞു. പിന്നീട് വന്ന പണ്ഡിതന്മാർ അത് അള്ളാഹുവിൻ്റെ അധികാരത്തെയാണ് ധ്വനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ എല്ലാവരും ലാസ്റ്റ് അള്ളാഹു ആലം, എല്ലാം അവസാനം പടച്ചോൻ എന്നെ അറിയാമെന്ന് പറഞ്ഞു. ഈ രണ്ടഭിപ്രായങ്ങൾ ഇതുപോലെ പല വിഷയങ്ങളിലും ഉണ്ടായിട്ടുണ്ട്.
ഇവിടേക്കാണ് വരുന്നത്. ഷാലിയാത്തി റഹ്മത്തുള്ളാഹി എടുക്കുന്ന അഭിപ്രായം എന്ന് പറഞ്ഞാൽ, അന്ന് തസ്വീറും തസ്നീമുമായി ബന്ധപ്പെട്ട് ആദ്യകാല പണ്ഡിതന്മാർക്കിടയിൽ ഏകോപിച്ച അഭിപ്രായം ഉണ്ടാവുന്ന പറ്റൂല എന്ന അഭിപ്രായത്തെയാണ് ഷാലിയാത്തി റഹ്മത്തുള്ളാഹി എടുക്കുന്നത്. അതേസമയം തർശീഹ് പോലുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് വേറൊരു അഭിപ്രായമുണ്ട്. ഫോട്ടോഗ്രാഫി കുഴപ്പമില്ല എന്ന് പറയാം. കാരണം ഫോട്ടോഗ്രാഫി പണ്ട് ചിത്രം വരക്കുമ്പോൾ പ്രശ്നമാക്കിയ ചിത്രം വരക്കൽ പോലെയല്ല ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അത് വെളിച്ചം ഉപയോഗിച്ച് നിഴലിനെ പിടിച്ചു വെക്കുന്ന ഒരു രൂപമാണ് അതിൻ്റേതാണ് എന്നാണ് തർശീഹിൽ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാവുന്നത്? അത് രണ്ട് തരത്തിൽ അതിനെ സമീപിക്കുന്നത് കൊണ്ടാണ്. ഇനി രണ്ട് തരത്തിൽ സമീപിച്ചാൽ രണ്ടഭിപ്രായം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അത് ആദ്യകാലങ്ങളിൽ തസ്വീറിനെ കുറിച്ച് തന്നെ, ചിത്രം വരക്കുന്നതിനെക്കുറിച്ച് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായമില്ലാതെ ഏകോപിച്ച അഭിപ്രായം പറഞ്ഞ വിഷയങ്ങളിൽ എന്തുണ്ടാവില്ല? മാറ്റങ്ങളുണ്ടാവില്ല എന്നുള്ളതാണ്. റെപ്രസെൻറ്റേഷനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം, അത് ഇസ്ലാം എങ്ങനെയാണ് ഇസ്ലാം എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടേണ്ടത്, ഇസ്ലാമിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വന്ന പൊളിറ്റിക്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ അഡ്രസ്സ് ചെയ്യുന്നിടത്താണ് ഇസ്ലാമിനെ നൂതനമായ ശൈലികളിൽ, നൂതനമായ എക്യുപ്മെൻറ്റുകൾ ഉപയോഗിച്ച്, നൂതനമായ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രചരിപ്പിക്കണം, അതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ സാധിക്കണമെന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സമ്മർദ്ദം രൂപപ്പെടുകയാണ്. അതായത് ചിത്രങ്ങളിലൂടെ, ദൃശ്യങ്ങളിലൂടെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നില്ല എങ്കിൽ, ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകളോ ഇസ്ലാമിനെ മിസ്റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന, മിസ്ഇൻറ്റർപ്രേറ്റ് ചെയ്യുന്ന ആളുകളോ അവർക്ക് താല്പര്യമുള്ള രൂപത്തിൽ ഈ ടെക്നോളജികൾ ഉപയോഗിക്കും എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് ഈ ടെക്നോളജി സമ്മർദ്ദമായി മാറുന്നത് എന്നുള്ളത് നമ്മൾ അടുത്ത ഘട്ടത്തിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സമാന്തരമായ ജീവിതമുണ്ട് എന്നതിനോട് അടുത്തേക്ക് പോകുന്നത്. ഇനി അപ്പോൾ മോഡേണിറ്റി പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാരെ എങ്ങനെയാണ് എൻഗേജ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എല്ലാ കാലത്തും ഒരു പ്രശ്നം ഇസ്ലാമിനെ മുൻനിർത്തി അക്കാഡമിഷ്യൻസിൻ്റെ കയ്യിലുണ്ട്. ഇസ്ലാം എങ്ങനെയാണ് മോഡേണിറ്റിയെ കാണുന്നത്? ചില ഓറിയൻ്റലിസ്റ്റുകളൊക്കെ പറഞ്ഞ് ഇസ്ലാമിൻ്റെ ഭാവിയെക്കുറിച്ച് ഇനിയൊരു പ്രതീക്ഷയും വേണ്ട, അങ്ങനെയാണ് പറയുന്നത്. കാരണം മോഡേണിറ്റിയോട് അവർക്ക് ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് പറയും. അതേസമയം ഇസ്ലാമിൻ്റെ മോഡേണിറ്റി, ഇസ്ലാം എങ്ങനെയാണ് മോഡേണിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇസ്ലാം മോഡേണിറ്റിയെ റിജക്റ്റ് ചെയ്യുന്നത്, മോഡേണിറ്റി പ്രൊജക്റ്റുകൾ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, റിജക്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പല പഠനങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ നൈജീരിയയിലെ മീഡിയ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ച ബ്രയാൻ ലാർക്കിൻ പറയുന്നുണ്ട്, നമ്മൾ അവിടെ ഇസ്ലാം മതം എങ്ങനെയാണ്, അവിടുത്തെ കാനോ എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റികൾ എങ്ങനെയാണ് മീഡിയ ഇൻഫ്രാസ്ട്രക്ചറിനെ അഡോപ്റ്റ് ചെയ്തതെന്നാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഇസ്ലാം മോഡേണിറ്റിയെ നിരാകരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ നമ്മൾ ഒരേ അച്ചിൽ കാണുന്നത് ഭൂഷണമല്ല. പകരം ഇസ്ലാം ഇടപെടുന്ന ഇസ്ലാമിൻ്റെ സിറ്റുവേഷൻസിനെ, ഇസ്ലാം അഡ്രസ്സ് ചെയ്ത്, അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി നിലനിൽക്കുന്ന സിറ്റുവേഷൻസിനെ അവർ അനുഭവിച്ചു വന്നിട്ടുള്ള ചരിത്രപരമായ ചില സന്ധികളെ കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഈ അവരുടെ മോഡേണിറ്റി പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു എൻഗേജ്മെൻറ്റിനെ മനസ്സിലാക്കാനാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയോട് കുറച്ച് കാലം നമുക്കൊരു ഇവിടുത്തെ പണ്ഡിതന്മാർക്കൊരു പ്രത്യേക എതിർപ്പുണ്ടായിരുന്നു. അതേസമയം അതേ എതിർപ്പുള്ള കാലത്ത് ഇംഗ്ലീഷ് ഭാഷ പഠന സഹായികളെല്ലാം നമ്മൾ ഇറക്കുകയും സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പഴയ മാനുസ്ക്രിപ്റ്റുകളൊക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷ പഠിക്കരുത് എന്ന് കുറച്ചെങ്കിലും ആളുകൾ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചകൾ വേറെ നടന്നു വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞതിൻ്റെ പിന്നിൽ വളരെ ബേസിക്കായ, ഏറ്റവും ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറലായിട്ടുള്ള ഒരു ഇമ്പീരിയലിസം അന്ന് ബ്രിട്ടീഷ് അധിനിവേശമായി രൂപപ്പെടുന്നുണ്ട്. അതിനോടുള്ള വിസമ്മതമാണ് ഇംഗ്ലീഷ് ഭാഷയോട് കാണിക്കുന്നത്. അല്ലാണ്ട് ഇംഗ്ലീഷ് ഭാഷ ആസ് എ നോളജ് സിസ്റ്റം, ആസ് എ നോളജ് എന്ന രൂപത്തിൽ അതിനെ ഒരിക്കലും പണ്ഡിതന്മാർ നിരാകരിക്കുന്നില്ല. പക്ഷേ ഇംഗ്ലീഷ് ഭാഷ പഠിക്കരുത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇതുപോലൊരു കാരണമാണ്. അതേപോലെ തന്നെ ലോകത്ത് പലയിടങ്ങളിലും അത്, എന്നിട്ട് ലാർക്കിൻ പറയുന്നുണ്ട്, നൈജീരിയയിൽ ഇപ്പോൾ പ്രൊജക്ടറുകൾ കൊണ്ടുവരുമ്പോൾ, ക്യാമറ കൊണ്ടുവരുമ്പോൾ, സിനിമ പ്രദർശനത്തിന് വേണ്ട പ്രൊജക്ടറുകൾ കൊണ്ടുവരുന്ന സമയത്തൊക്കെ അവർ പറയുന്നത് ഇൻഫിഡൽസിൻ്റെ, അവിശ്വാസികളുടെ ടെക്നോളജിയാണ്, നമുക്ക് എടുക്കാൻ കഴിയില്ല. അവരതിനെ അങ്ങനെ കാണുന്നത്. കാരണം പിന്നെ പറയുന്നത് ഇവർ കൊളോണിയൽ ശക്തികളുടെ ഇൻഫ്രാസ്ട്രക്ചറാണ്, നമുക്കിത് എടുക്കാൻ കഴിയില്ല. ഇതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എളുപ്പം
ഒരു മോഡേൺ ടെക്നോളജി വരുമ്പോൾ അതിനെ എളുപ്പം സ്വീകരിച്ച് അതിനെ പ്രത്യേകിച്ച് മതപരമായ ഡിവോഷണൽ മീഡിയേഷൻസിലേക്ക്, റിലീജിയസ് മീഡിയേഷൻസിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു അപകടം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ തനിമ നഷ്ടപ്പെടുമെന്നുള്ളൊരു പേടിയാണ്. ആ പേടി ഇവിടെ ആർക്കും ഉണ്ടായില്ലെങ്കിലും പണ്ഡിതന്മാർക്കും ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഇസ്ലാമിൻ്റെ തനിമ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നത് പണ്ഡിതന്മാരാണ്. അപ്പോൾ അവർക്ക് ആ പേടി ഉണ്ടാവണം. ആ പേടി ഉള്ളത് കൊണ്ട് തന്നെ അവർ ആ രൂപത്തിൽ ഇടപെടണം. അങ്ങനെ ഇടപെടുമ്പോഴാണ് പിന്നെ ഇത്തരം ടെക്നോളജീസ് നമ്മൾ റിലീജിയസ് മീഡിയേഷൻ്റെ ഭാഗമായി ഉപയോഗിക്കണമെന്ന് വരിക. അതുകൊണ്ടാണ് ആദ്യകാലങ്ങളിൽ നൈജീരിയയിൽ അത്തരത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞത്. പിന്നീട് പണ്ഡിതന്മാർ അതിനെ വേറെ തരത്തിൽ സമീപിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. കോഴിക്കോട് കാളിയുടെ വീട്ടിൽ TV ഉണ്ടായപ്പോൾ അത് വലിയ പ്രശ്നം ഉണ്ടാവുകയും കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടുക്കൽ കോഴിക്കോട് കാളിയുടെ വീട്ടിൽ TV ഉണ്ടെന്ന് പറഞ്ഞ് പരാതിപ്പെടുകയും ചെയ്തു. അപ്പോൾ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഫത്വ എന്ന് പറയുന്നത് TV ഹറാമാണെന്നാണ്. ആ ഫത്വ കോഴിക്കോട് കാളി അംഗീകരിക്കാത്തത് എന്തേന്ന് കണ്ണിയത്ത് ഉസ്താദിനോട് ചോദിക്കുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറയുന്നത് കാളിയാരാണ്, കാളിക്ക് കാളിയുടേതായ കൗലുണ്ടാകും എന്ന് പറഞ്ഞ് കാളിയാരുടെ അടുത്ത് ഇവർ മടങ്ങി ചെല്ലുമ്പോൾ കാളിയാർ പറയുന്നത് കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഫത്വ അത് ഫഖീഹിൻ്റെ ഫത്വയാണ്, അതാണ് നാട്ടിലെല്ലാവർക്കും ബാധകമായിട്ടുള്ളത്. അതായത് ആലിമീങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ ആവില്ല ആം ഉപയോഗിക്കുന്നത്. കാരണം എന്താണ് ഹറാമ്, എന്തല്ല ഹറാമ്, എന്താ ആ രൂപത്തിൽ ഈ സാധനത്തിനെ കാണുകയാണ് അന്ന് ചെയ്തത്. പിൽക്കാലത്ത് പരിവർത്തനങ്ങളുണ്ടായി, ഇതെല്ലാവർക്കും ബാധകമായി. എന്താണ് TV എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് അല്ല എന്നുള്ളതാണ്. ഇനി ഇതേ വിഷയം വിഷ്വൽ മീഡിയയിലും അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫി ആവട്ടെ വീഡിയോഗ്രാഫി ആവട്ടെ നമ്മുടെ ഇടയിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായതുപോലെ തന്നെ സമസ്തയിലെ ആദ്യകാല ചർച്ച, ഏറ്റവും ഗൗരവപ്പെട്ട ചർച്ചകളൊന്നെന്ന് പറയുന്നത് ഇതുപോലെ ഒരു ആലത്ത്, ഒരു ഇൻസ്ട്രുമെൻ്റ് ആരാധനകളിൽ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്നതിനെക്കുറിച്ചിട്ടായിരുന്നു. അതായത് ജുമാ ഖുത്ബകളിൽ, നിസ്കാരങ്ങളിൽ, ബാങ്കുകളിലൊക്കെ മൈക്രോഫോൺ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വലിയ ചർച്ച ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് സമസ്തയിൽ ആദ്യത്തെയോ രണ്ടാമത്തെയോ പിളർപ്പ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് അന്നത്തെ പണ്ഡിതന്മാർ അഭിപ്രായം കണ്ടെത്തിയത് അത് ആലത്തുൽ ലഹ്വാണെന്നാണ്. അതായത് ഇൻസ്ട്രുമെൻ്റ് ഓഫ് എൻ്റർടൈൻമെൻ്റ് ആണ്. ഇതിന് സമാനമായ ഒരു തർക്കം ദയോബന്ദികളുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. അലി അൽത്താഫ് മിയാൻ ട്രബിളിംഗ് ടെക്നോളജി എന്ന് പറയുന്ന മനോഹരമായ ഒരു അക്കാഡമിക് ആർട്ടിക്കിളിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നടന്ന അതേ ചർച്ച അതേ അച്ചിലാണ് ഇവിടെയും നടന്നിട്ടുള്ളത്. ഇത് പറ്റൂല എന്ന് പറയുന്നു, മൈക്രോഫോൺ ഉപയോഗിച്ച് ആരാധനകൾ നടത്താൻ പറ്റൂല എന്ന് പറയുന്നവരുടെ അഭിപ്രായം എന്തായിരുന്നു? ഇത് ആലത്തുൽ ലഹ്വാണ്. മാത്രമല്ല ഖത്തീബിൻ്റെ ശബ്ദം 40 പേര്, എത്ര പേരാണോ അത്ര പേര്, അവരെ കേൾപ്പിക്കണം, ശബ്ദം കേൾപ്പിക്കണം എന്നാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം മൈക്രോഫോൺ അങ്ങനെ വർക്ക് ചെയ്യുന്നത് അല്ലേ. 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഫിസിക്സിൽ. ആദ്യം നമ്മുടെ ശബ്ദോർജ്ജം അത് മൈക്ക് എടുക്കുന്നു, പിന്നെ അത് ഇലക്ട്രോണിക് ഊർജ്ജമായി മാറുന്നു, ആംപ്ലിഫൈ ചെയ്യുന്നു, പിന്നീട് സ്പീക്കറിലൂടെ വീണ്ടും ശബ്ദോർജ്ജമായി പുറത്തു വരുന്നു. അപ്പോൾ അവർ പറയുന്നത് പിന്നെ നമ്മൾ കേൾക്കുന്നത് ഖത്തീബിൻ്റെ ശബ്ദമല്ല, ആരുടെ ശബ്ദമാണ്? മൈക്രോഫോണിൻ്റെയും ലൗഡ് സ്പീക്കറുടെയും ശബ്ദമാണ്. അതേസമയം ഇത് പറ്റും എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു. ആര് പറഞ്ഞു ഇത് ശബ്ദം മാറുന്നുണ്ട്? ഇത് മുക്കബ്ബിർ സൗത്താണ്. അങ്ങനെ അലിഗഡിലെ ചില പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി, സയൻറ്റിസ്റ്റുകളെ വിളിച്ചുകൂട്ടി ദയൂബന്ദിലെ പണ്ഡിതന്മാരും കൂടിയിരുന്ന് ഈ വിഷയം പഠിക്കാൻ വിധിച്ചു. അപ്പോഴും സയൻറ്റിസ്റ്റുകൾക്കിടയിലും രണ്ടഭിപ്രായം വന്നു. ഇതെന്താണ്? മുക്കബ്ബിർ സൗത്താണ്, അതുപോലെ ശബ്ദം മാറുന്നുണ്ട്. അപ്പോൾ രണ്ടഭിപ്രായങ്ങൾക്കും രണ്ട് കാരണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ഇതേപോലെ അത് കുറച്ചും കൂടെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റിയ ഉദാഹരണം ഇതുപോലെയുള്ള കാരണങ്ങൾ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ടുണ്ടായി. ഇനി ടെലിവാഞ്ചലിസം എന്ന് പറയുന്ന ഒരു സംഗതി കേരളത്തിൽ അത് വല്ലാതെ വേരോടിയില്ല. അപ്പോൾ പിന്നെ ടെലിവാഞ്ചലിസം ഉണ്ടായില്ല. പക്ഷേ ടെലിവാഞ്ചലിസത്തിൻ്റെ ചില സംഗതികളുണ്ടായി. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാം, ജീവൻ TV-യിൽ മൻസിൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്, ജയ്ഹിന്ദിൽ പ്രോഗ്രാമുണ്ട്. അങ്ങനെ ചില ചാനലുകളിലൊക്കെ വെള്ളിയാഴ്ച രാവിലെ പരിപാടി ഉണ്ടാവും. ആ പരിപാടിയുടെ ഉദ്ദേശം എന്താണ്? മസല ചോദിക്കാം, അവരെന്തെങ്കിലും നസീഹത്ത് പറയും. ഇതാണ് ബേസിക് ടെലിവാഞ്ചലിസം. ഇത് ഇവാഞ്ചലിക്കൽ പർപ്പസിന് വേണ്ടി, അതായത് പ്രൊട്ടസ്റ്റൻറ്റുകളാണ് ഇത് ഇവാഞ്ചലിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് വിഷ്വൽ മീഡിയ കൃത്യമായി ഉപയോഗിച്ചു തുടങ്ങിയത്, അമേരിക്കൻ പ്രൊട്ടസ്റ്റൻറ്റുകൾ. അതേ മാതൃകയിൽ ഈജിപ്തിൽ ശക്തമായി ടെലിവാഞ്ചലിസം വ്യാപിച്ചു. യാസ്മിൻ മോളിൻ്റെയൊക്കെ
ടെലിവാഞ്ചലിസം ഇൻ ഈജിപ്റ്റ് എന്ന് പറയുന്ന പഠനം അത് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഹേഷ്കിൻഡ് നേരത്തെ പറഞ്ഞ നമ്മൾ കാസറ്റ് കൾച്ചർ എങ്ങനെയാണ്, കാസറ്റ് എങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടത്, എങ്ങനെയാണ് വാതുകൾ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടത്, അവരെങ്ങനെയാണ് ഈ പബ്ലിക് സ്ഫിയറിൻ്റെ അപ്പുറത്തേക്ക് ഒരു കൗണ്ടർ പബ്ലിക് രൂപപ്പെടുത്തിയതെന്നൊക്കെ പറയുന്നതിൻ്റെ തുടർച്ചയെന്നോണം നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു സംഗതിയാണ് ടെലിവാഞ്ചലിസം എങ്ങനെയാണ് രൂപപ്പെട്ടത്, ചാനലുകളിലൂടെ എങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്, ഇസ്ലാമിൻ്റെ സംസ്കാരം എങ്ങനെയാണ് ചാനലിലൂടെ വന്നത്. അപ്പോൾ ടി വി ഒരാളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. അവരുടെ സ്വീകരണ മുറിയിൽ ടി വി, എല്ലാവരുടെയും സ്വീകരണ മുറിയിൽ ടി വി എത്തുന്നു. അപ്പോൾ ഈജിപ്തിലെ ചില കമ്മ്യൂണിറ്റികൾ ഇവാഞ്ചലിക്കൽ പർപ്പസിന് വേണ്ടി ടി വി ഉപയോഗിച്ചു. സാറ്റലൈറ്റ് ചാനലുകൾ അവർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. കേരളത്തിൽ പക്ഷേ രസകരമായ ചില വിഷയങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഓഡിയോ കാസറ്റുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ വാലിൻ്റെ കാസറ്റുകൾ ഉണ്ടായിരുന്നു, നമുക്ക് മക്കാം സോങ്ങുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വീഡിയോ കാസറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഓഡിയോ കാസറ്റ് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ അടുത്ത ജനറേഷൻ ചിലപ്പോൾ, താഴെയുള്ള ജനറേഷൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അവർ ഒട്ടും കാണാനിടയില്ലാത്തൊരു സംഗതിയാണ് VCR എന്ന് പറയുന്ന സംഗതി. VCRൽ ഇടുന്ന വലിയ കാസറ്റിനെയാണ് വീഡിയോ ടേപ്പ് എന്ന് പറയുക. അത് ആ മീഡിയം ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള, അതായത് ഓഡിയോ കാസറ്റിലും CD-യിലും നടന്നതുപോലെയുള്ള ഒരു റിലീജിയസ് മീഡിയേഷൻ നടന്നിട്ടില്ല. കാരണം നമുക്ക് CD പറ്റോ വീഡിയോഗ്രാഫി പറ്റോ എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു തീർപ്പാകുമ്പോഴേക്കും VCRും വീഡിയോ കാസറ്റുകളും പോയി. അപ്പോഴേക്കും CD രംഗപ്രവേശം ചെയ്തു. ഇതിൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് മർക്കസ് കോംപ്ലക്സ് ഒക്കെ ആസ്ഥാനമായി ഉണ്ടായിരുന്ന CD മാർക്കറ്റിൻ്റെ ബാഹുല്യമാണ്. വലിയ മാർക്കറ്റായിരുന്നു. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന വലിയ മാർക്കറ്റ്. ഒരു 10 വർഷങ്ങൾക്കും അല്ലെങ്കിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് മർക്കസ് കോംപ്ലക്സിൽ പോയിട്ടുണ്ടാകുന്ന ആളുകൾക്ക് മനസ്സിലാവും, എല്ലാം CD കടകളായിരുന്നു. അത്ര കടയിലും ഉണ്ടാവും ഒരു TV, അതിലൊരു നമ്മളൊരു CD-യുടെ ഇത് അവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ആ CD കൾച്ചർ ഉണ്ടായി. ഞാൻ അതിലേക്ക് വരാം. ഈ രൂപത്തിൽ നമ്മൾ CD ഉപയോഗിക്കാൻ തുടങ്ങി, TV ഉപയോഗിക്കാൻ തുടങ്ങി, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങി. TV എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം നമുക്ക് കമ്പ്യൂട്ടറിലും പറ്റുമായിരുന്നു അല്ലേ. ഇനി പ്രധാനപ്പെട്ട ഞാനൊരു നേരത്തെ വിഷയം പറഞ്ഞത്, ഓർഗനൈസേഷണൽ റിലീജിയൻ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാവുന്നു. അതിൽ ഓരോ പ്രത്യേകിച്ച് സുന്നികളുടെ ഇടയിൽ ഉണ്ടാവുന്ന പുതിയൊരു സുന്നി മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണ്. എൻ്റെ ഒരു ഫോക്കസ് സ്റ്റഡി എന്ന് പറയുന്നത് AP വിഭാഗം സുന്നികൾ എന്ന് പറയുന്ന വിഭാഗത്തെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ അതിൽ മനസ്സിലാക്കുന്ന ഒരു സംഗതി, 1989 ശേഷം എങ്ങനെയാണ് ഈ സംഘടന അതിൻ്റെ ക്യാപിറ്റൽ രൂപപ്പെടുത്തിയത്. അത് ഈ പറഞ്ഞ പോലെ ഗൾഫ് പെട്രോ ഡോളറിൻ്റെ കൃത്യമായി ചാനൽ ചെയ്തു മാത്രമല്ല, ഒരു നേതാവ് കൃത്യമായി അതിന് നേതൃപരമായ വളരെ കരിഷ്മാറ്റിക് ആയുള്ളൊരു ലീഡർഷിപ്പ് അണികൾക്കിടയിൽ സ്ഥാപിക്കുന്നുണ്ട്, പബ്ലിക് സ്ഫിയറിൽ സ്ഥാപിക്കുന്നുണ്ട്. അതെങ്ങനെ സ്ഥാപിച്ചു എന്നുള്ളതാണ്. അതിന് ഞാൻ പഠനങ്ങളിലൂടെ, എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദിൻ്റെ ചിത്രം ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോഴും പോസ്റ്ററുകളിൽ ഇത് ഉപയോഗിക്കുന്നില്ല, ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല, വാൾ പോസ്റ്ററുകൾ ഉപയോഗിക്കുന്നില്ല, ഫ്ലക്സുകളിൽ ഉപയോഗിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണത് ഉപയോഗിച്ചത്? അത് ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയാണ്, സോവനീറുകളിലൂടെയാണ്. ഉസ്താദിനെ കേന്ദ്രീകരിച്ച് വന്ന പാട്ടുകൾ ആ രൂപത്തിലാണ്. അപ്പോൾ അതിൽ ഞാൻ പഠിക്കാൻ വേണ്ടി പ്രത്യേകം എടുത്ത ഒരു സംഗതി എന്ന് പറഞ്ഞാൽ മർക്കസിൻ്റെ ആർക്കൈവ്സാണ്. മർക്കസിൻ്റെ കഴിഞ്ഞ 20-30 വർഷം കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മർക്കസിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, അതായത് ഓരോ സമ്മേളനങ്ങൾക്കും പ്രധാനപ്പെട്ട ഓരോ പരിപാടികൾ നടക്കുമ്പോഴും അവിടെ വന്നിട്ടുള്ള അതിഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ആൽബങ്ങൾ. അപ്പോൾ ഇതിൽ ആക്ച്വലി ഇപ്പോൾ ഒരു 1989 അല്ലെങ്കിൽ 90 ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു ഇവൻറ്റിൽ വിദേശ പ്രതിനിധികൾ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ആൽബം ഉണ്ടാക്കും. ഒരു ആൽബം ഈ പ്രധാനപ്പെട്ട ചീഫ് ഗസ്റ്റിനെ അയച്ചു കൊടുക്കും. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡർഷിപ്പ് എന്ന രൂപത്തിൽ ഉസ്താദിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഒരു കൊളാഷ് ഉണ്ടാക്കുകയാണ്. അതായത് വന്ന അതിഥികൾക്കിടയിൽ ഉസ്താദ് ഉണ്ടാവുന്നു, ഉസ്താദിൻ്റെ ഫോട്ടോ ഉണ്ടാവുന്നു. താജ്മഹലാണ് നമ്മൾ ചില ഫോട്ടോയിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്, കാരണം ഇന്ത്യൻ മുസ്ലിമിൻ്റെ ഒരു നേതൃത്വമാണ് എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ മാത്രമല്ല, അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വളരെ പനോരമിക്കായിട്ടുള്ള ലെൻസുകളൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യാണ്, ഫോട്ടോ എടുക്കുന്നു, അത് ലാബിൽ സ്റ്റുഡിയോയിൽ അവർ പ്രോസസ്സ് ചെയ്യുന്നു. അങ്ങനെ മർക്കസ് സമ്മേളനത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടവർക്കറിയാം, കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ജനക്കൂട്ടാണ് ഇത്. അറബികളെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള വിഷയമാണ്.
അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിഥികൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന അവരുടെ തന്നെ അവർ സൂക്ഷിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ആൽബങ്ങളിലെല്ലാം നമുക്ക് ഈ രൂപത്തിൽ കാണാൻ കഴിയും. അപ്പോൾ പല പല കാരണങ്ങളുണ്ട്. ഒന്ന് സംഘടനാപരമായ വളർച്ചയ്ക്ക് വേണ്ടി സ്റ്റാർഡം, ഒരു പണ്ഡിതൻ്റെ സ്റ്റാർഡത്തെ അറിഞ്ഞോ അറിയാതെ ഉപയോഗിച്ചു എന്നാണ്. സ്റ്റാർഡം എന്നുള്ള രൂപ ഉപയോഗിച്ചു എന്നുള്ളത് ആരും അഭിപ്രായപ്പെടുന്നില്ല. അങ്ങനെ ഒരു കൺസേണോ അങ്ങനെ ഒരു തരത്തിലുള്ള ബോധപൂർവമായ ഉപയോഗമല്ല. അത് വളരെ ഓർഗാനിക്കായി രൂപപ്പെട്ടു വന്നാണ് എന്നാണ് എൻ്റെ കോൺവെർസേഷനിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായ സംഗതി. ഇനി ഈ പറഞ്ഞ പോലെ നമ്മൾ കാലം മാറുന്നു, ഈ പ്രോസസ്സ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫിയിൽ നിന്ന് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിലോട്ട് മാറുമ്പോഴും ആൽബങ്ങളിലും സോവനീറുകളിലുമൊക്കെ ചിത്രങ്ങളുടെ വലിപ്പം, ചിത്രങ്ങൾ എടുക്കുന്ന അതിൻ്റെ അലൈൻമെൻറ്റ്, ഈ രൂപത്തിലൊക്കെ എസ്തെറ്റിക്കലി കുറേ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇനി ഞാൻ വേഗം രണ്ടാമത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് സമാന്തരമായൊരു സുന്നി ജീവിതം ഇവിടെ ഈ വിഷ്വൽ മീഡിയ കൾച്ചറിനെ സ്വാധീനിച്ചതെന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് സാധാരണ സുന്നികളെ സംബന്ധിച്ചിടത്തോളം മറ്റു ചില വിഭാഗങ്ങളെ പോലെയല്ല. ഞാനിപ്പോൾ മറ്റു ചില വിഭാഗങ്ങളെ പോലെ എന്ന് പറഞ്ഞത് അക്കാഡമിക്കലി ചിലപ്പോൾ ശരിയാവില്ല, കാരണം ഞാൻ മറ്റു വിഭാഗങ്ങളെ അങ്ങനെ പഠിച്ചിട്ടില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു പ്രാഥമികമായ നിരീക്ഷണത്തിൽ പറയുകയാണ്, സുന്നികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഗവേഷണം ചെയ്തോ പുസ്തകം വായിച്ചോ CD ഉണ്ടോ നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല. നമുക്കൊരു ലിവ്ഡ് റിലീജൻ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ പറ്റും, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു മുസ്ലിങ്ങൾ ഒരു പുതിയ കാര്യം ചെയ്തു എന്ന് വിചാരിക്കുക, കുറച്ച് മുസ്ലിങ്ങൾ ചേർന്ന് ഒരു പുതിയ പ്രവണത ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കല്യാണവുമായി ബന്ധപ്പെട്ട് കുറേ ആഘോഷങ്ങൾ ഉണ്ടാവാറുണ്ട്, കേട്ടുകേൾവിയില്ലാത്ത. അത് ഏതെങ്കിലും തുർക്കിഷ് ട്രഡീഷനോ യമനി ട്രഡീഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്നൊക്കെ ആയിരിക്കും. പക്ഷേ അത് ഇസ്ലാമികമായി പറ്റുമെന്നോ ഒന്നും നോക്കാൻ അങ്ങനെ ആവശ്യമില്ലാത്ത ആളുകൾ ആ ട്രഡീഷനെ എടുക്കും. പിന്നെ അത് 10 ദിവസത്തെ കല്യാണമാവും, മഞ്ഞ കല്യാണം, ചുമപ്പ് കല്യാണം, നീല കല്യാണം എന്നൊക്കെ പറഞ്ഞ പോലെ ആവില്ലേ ആ രൂപത്തിൽ. അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് മുസ്ലിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കും ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ആളുകളല്ല സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഉസ്താദുമാരെന്താ പറയണത് എന്നൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ സുന്നി മുസ്ലിങ്ങൾ, അതായത് കോമൺ അദറൻസ് എന്ന് പറയുന്ന എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു സാധാരണ സുന്നി മുസ്ലിങ്ങൾ, സാധാരണക്കാരായ സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ്, അവരുടെ ഈ റിലീജിയോസിറ്റി എന്ന് പറയുന്നത് ബിറ്റ്വീൻ ക്യൂരിയോസിറ്റി ആൻഡ് കോഷനാണ്. അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, പുതിയ കുറേ കാര്യങ്ങൾ വരുന്നു, അതെന്താണെന്ന് അറിയണം, ഇത് നമുക്ക് പറ്റുമോ എന്നുള്ള ഒരു കോഷനും അവരെ ഇങ്ങനെ ചുറ്റിപ്പിടിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, നേരത്തെ പണ്ഡിതന്മാരെ സ്ഥാപനങ്ങളുണ്ടാക്കാൻ, അവരുടെ മതപരമായ പ്രൊപ്പഗേഷന് വേണ്ടി, അതിന് ഉപയോഗിക്കാനൊക്കെ വേണ്ടി എങ്ങനെയാണോ ഗൾഫ് മൈഗ്രേഷൻ സ്വാധീനിച്ചത്, അതേപോലെ ഞാൻ ഈ പറഞ്ഞ ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്നതിൽ സുന്നികൾക്കിടയിൽ ഗൾഫ് മൈഗ്രേഷൻ വലിയ പങ്ക് വഹിച്ചു എന്നാണ്. ഇനി ഗൾഫ് മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, നമുക്കറിയാം കത്തിടപാടുകളാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കത്തിടപാടുകളാണ് പ്രവാസി കുടുംബങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഈ കത്തുകൾക്കിടയിൽ പതുക്കെ വേറൊരു സംഗതി കൂടി കയറി വന്നു. എന്താണ്? കത്തെഴുതുമ്പോൾ അവിടെ നിന്നൊരു ഫോട്ടോ ഇങ്ങോട്ട് അയക്കും, അപ്പോൾ ഇവിടെ നിന്നൊരു ഫോട്ടോ നമ്മൾ അങ്ങോട്ടും അയക്കും. അപ്പോൾ അവിടെ നിന്ന് അയച്ച ഫോട്ടോകളൊക്കെ നല്ല രസമാണ് അത് കാണാൻ. ഇപ്പോൾ ഞാൻ പല ഫോട്ടോകളുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ കണ്ടു നോക്കി, മൂപ്പര കാറൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ കാറല്ല, അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥാപനമല്ല ബാക്കിൽ കാണുന്നൊന്നുമല്ല. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഞാൻ ജീവിക്കുന്നൊരു ചുറ്റുപാട് ഇതാണ് എന്ന് വീട്ടുകാരെ കാരണം ഞാനിവിടെ കഷ്ടപ്പാടിലാണ്, മരുഭൂമിയിലാണ്, ആടുമേക്കെന്ന് പറയാൻ കഴിയില്ലല്ലോ. എങ്ങനെയാണ് ഈ കാറിൻ്റെ മുമ്പിലൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്? ഇത് അയച്ചു കൊടുക്കും. നിങ്ങൾ അടുത്തൊരു ചിത്രം നോക്കിക്കോളൂ. നീ വീട്ടിലേക്ക് അയക്കുന്നുണ്ടോ? കട്ടിലിൽ കിടക്കുന്നത്, പിന്നെ കട വൃത്തിയാക്കുന്നത്, ഇതൊക്കെ സംഭവം കാണുമ്പോൾ നമുക്ക് ചിരി വരും, കാരണം നമുക്കിതൊന്നും അറിയില്ല. പക്ഷേ ഇതൊക്കെ ഞാൻ പഴയ വീടുകളിൽ പോയി ആൽബങ്ങൾ നോക്കുമ്പോൾ കിട്ടിയ സാധനങ്ങളാണ്. അപ്പോൾ അവർ പറയണം അവർക്ക് അങ്ങനെ ഒന്ന് അയച്ചു കൊടുത്തിരുന്നു. ഇതേപോലെ ഇവർ തിരിച്ചങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന ചിത്രങ്ങളാണ്. കണ്ടോ, 60 വർഷം പഴക്കമുള്ള ചിത്രമാണത്. ഈ വല്യമ്മ ഇയാൾക്കൊക്കെ കുട്ടികളായി. അപ്പോൾ ഇവരന്ന് തിരിച്ചയച്ചു കൊടുത്ത ഫോട്ടോസാണ്. ഇതേപോലെ കുറേ ഇത് കാണാൻ കഴിയും. അപ്പം ഈ പറഞ്ഞ രൂപത്തിൽ ഫോട്ടോ എടുക്കേണ്ടി വരികയാണ്. പിന്നെ കാരണം ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നുള്ള ചർച്ചകളൊന്നും ഇവിടെ തീരുമാനമായിട്ടില്ല. അതിനു മുമ്പേ പ്രവാസി കുടുംബങ്ങൾ, ഇവരൊക്കെ സുന്നി കുടുംബങ്ങളാണ്. ഞാൻ സുന്നി കുടുംബങ്ങളെ മാത്രമേ അവലംബിച്ചിട്ടുള്ളൂ, കാരണം നമ്മുടെ വിഷയം അതാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ വിഭാഗങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷെ ഇവരുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല അവർ പറയുന്നുണ്ട്, ഫോട്ടോ എടുത്തെന്ന് പുറത്ത് പറയാൻ പറ്റില്ല, കാരണം
അത് ഭയങ്കര പരിഷ്കാരമാണ്. അപ്പോൾ ഒരു വല്യമ്മ എന്നോട് ഉപയോഗിച്ചത് അത് വലിയ പരിഷ്കാരമാണ്, അത് നമുക്ക് പറ്റൂല, അതുകൊണ്ട് നമ്മളതൊന്നും പറഞ്ഞില്ല, പിന്നെ ഓർക്ക് കാണണ്ടേ എന്ന് വെച്ചിട്ട് നമ്മൾ എടുത്താണെന്ന് പറയണം. ഇത് ഈ 2 ഫോട്ടോ ശ്രദ്ധിച്ചാൽ ഇത് ഒരാൾ ഹജ്ജിന് പോകാൻ വേണ്ടി എടുത്താണ്. ഇതിന് ഈ പറഞ്ഞ പോലെ ഒരു 70 വർഷം പഴക്കമുണ്ട്, ഇതും അത്ര ഏകദേശം വർഷമുണ്ട്. ഇത് ഹജ്ജിന് പോകാനും ഇത് ഗൾഫിലൊരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി എടുത്താണ്. അപ്പം അന്ന് ആകെ അനുവദനീയമായൊരു സംഗതി ഇതാണ്. അപ്പോൾ ഈ ഫോട്ടോ ഉപയോഗിക്കുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ഡിതന്മാർക്കിടയിൽ ഫോട്ടോ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള തീർപ്പുണ്ടാവുന്നതിന് മുമ്പ് തന്നെ കാലഘട്ടം നോക്കുമ്പോൾ ഫോട്ടോ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഷൻ്റെയും ക്യൂരിയോസിറ്റിയുടെയും ഇടയിൽ ഒരു സ്വതന്ത്രമായൊരു ജീവിതം, ഒരു മതജീവിതം, ഇത്തരം വിഷയങ്ങളിൽ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പ്രൊപ്പോസലിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എൻ്റെ പ്രൊഫസർമാർ പറഞ്ഞൊരു സംഗതി LCD സംവാദങ്ങളാണ്. അതൊരു ഭയങ്കര സംഭവമാണ്. കാരണം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇപ്പോൾ LCD സംവാദങ്ങളൊക്കെ നാട് നീങ്ങിപ്പോയി. LCD സംവാദം ഒരു കവലയിൽ വരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കവല കൈതപ്പൊയിൽ കവലയിൽ സുന്നി വിഭാഗം ആദർശ വിശദീകരണ സമ്മേളനം നടത്തുന്നു. അപ്പോൾ ഒരു മൗലവിയുടെ ഒരു പ്രസംഗ ഭാഗം നമ്മളവിടെ കാണിക്കുന്നു. നാളെ പിന്നെ മുജാഹിദ് വിഭാഗം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതര വിഭാഗം ആളുകളവിടെ വന്നു, അവർ അതേ വീഡിയോൻ്റെ വേറൊരു ഭാഗം കാണിക്കുന്നു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരുതരം പിന്നെ തർക്കമാണ്. അതായത് എൻ്റെ വീഡിയോ ഇന്നയാൾ കട്ടു, ഇന്നയാൾ വെട്ടി, ഇന്നയാൾ കട്ട് ചെയ്തു. അപ്പോൾ ഈ എഡിറ്റഡ് വീഡിയോസ് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു നരേഷൻ ഉണ്ടാക്കുകയും അതിൻ്റെ പുറത്ത് ഈ പറഞ്ഞ സംവാദങ്ങൾ രൂപപ്പെടുകയാണ്. ഇസ്ലാമിലെ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിലെ മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിലുള്ള സംവാദ ചരിത്രവും പാരമ്പര്യം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീഡിയേഷനായിരുന്നു. ആ സംഗതിയെ ഈ പിന്നെ അതായത് നമ്മൾ പറഞ്ഞ എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത്, എന്താണ് ഇജ്മാ, എന്താണ് ഖിയാസ് എന്ന രൂപത്തിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തെളിവുകളുടെ അവലംബം എന്താണെന്നതിനെ പറ്റി നടന്ന ചർച്ചകളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് ഈ പറയുന്ന സാധനങ്ങളാണ്. അതായത് കിതാബുകൾക്ക് പകരം വീഡിയോകൾ ഉപയോഗിക്കുന്നു. കിതാബുകൾ പരന്നല്ല, അതിൻ്റെ കൂടെ തന്നെ വീഡിയോകൾ ഉപയോഗിക്കുന്നു, വീഡിയോകളിലെ പ്രസംഗങ്ങൾ കാണിക്കുന്നു, അത് തെളിവായി മാറുന്നു. ഒരു പുതിയ എവിഡൻസ് ഉണ്ടാവുകയാണ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണ്, ഒരു മെറ്റീരിയൽ ഉണ്ടാവുകയാണ്, ഒരു എവിഡൻസിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ടാവുകയാണ്. ഇതിൻ്റെ പുറത്ത് സംവാദങ്ങൾ രൂപപ്പെടുകയാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഗതി. അപ്പോൾ ഒരേ വിഷ്വൽ തന്നെ 2 വിഭാഗം ആളുകൾ 2 തരത്തിൽ എഡിറ്റ് ചെയ്ത് ഡിസ്റ്റോർട്ട് ചെയ്ത് കാണിക്കുന്നു, മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ള സംഗതി വളരെ ലോകത്ത് വേറെ എവിടെയും നടക്കണില്ല എന്നാണ് അവർ പറഞ്ഞത്. എനിക്കറിയില്ല വേറെ എവിടെയും നടക്കണമെന്ന്. എന്തായാലും കേരളത്തിൽ നടക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു സംഗതിയാണ്. ഞാൻ നിർത്തുകയാണ്. ഇതിൽ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൊളിറ്റിക്കലായുള്ള ചില കാരണങ്ങൾ കൂടി നമ്മളുടെ വിഷ്വൽ മീഡിയ കൾച്ചറിനെ